നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി ഇടപാടിൽ നടന്നത് സ്വർണ്ണ കവർ ചെയ്യുന്ന ദേവസ്വം വിജിലൻസ് എസ്.പിയുടെ റിപ്പോർട്ട്. ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന റിപ്പോർട്ടിലുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ മുൻപുണ്ടായിരുന്നതും നിലവിലുള്ളതുമായ സ്വർണ്ണപ്പാളികൾ വ്യത്യസ്തമാണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. 2019 മുൻപുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തതിലാണ് ഈ നിഗമനത്തിൽ വിദഗ്ധരെത്തിയത്. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വിദഗ്ധ പരിശോധന വേണമെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടേക്കാം. 2019 ദ്വാരപാലക ശില്പങ്ങളും 2 സൈഡ് പാളികളുമാണ് സ്വർണം പൊതിയാനായി കൊണ്ടുപോയത്. ഇതിൽ 1.5 കിലോഗ്രാം സ്വർണ്ണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ച പാളിയിൽ 394 ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് വിജിലൻസ് കണ്ടെത്തി. വിജയ് മല്യയാണ് സ്വർണം പൊതിഞ്ഞതെന്നും 8 സൈഡ് പാളികളിലായി 4 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 2 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു. ഈ പാളികളിലെ സ്വർണത്തിന്റെ അളവ് കണ്ടെത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ വിവരം ചോദിച്ച് ഇമെയിൽ അയച്ചിരുന്നു. മെയിൽ അയച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പം കൈമാറിയെന്നും ഈ സംശയത്തിൽ നിന്നാണ് ഗൂഢാലോചന സംശയിക്കുന്നതെന്നുമാണ് വിജിലൻസ് കണ്ടെത്തൽ. 2019 ജൂലൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോയ ശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ തിരിമറി സംഭവിച്ചെന്ന വാദങ്ങളെ ഈ കണ്ടെത്തൽ ശരിവെക്കുന്നു. 2025 പുതുക്കി ശബരിമലയിൽ എത്തിച്ച സ്വർണ്ണപ്പാളിയും 2019 പാളിയും താരതമ്യം ചെയ്താണ് പുതിയ നിഗമനത്തിലെത്തിയത്. തുലാമാസ പൂജകൾക്ക് ശേഷം നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയകൾക്ക് ശേഷം ഈ പാളി സ്ഥാപിക്കുമെന്നാണ് അറിയിപ്പ്. വിജയ് മല്യ സ്വർണം പൂശിയ പാളിയല്ല നിലവിൽ സന്നിധാനത്തുള്ളതെന്ന് ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തി. ഇതിനർത്ഥം വിജയ് മല്യ സ്വർണം പൂശി സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടുവെന്നതാണ്. ഗോൾഡ് സ്മിത്തുകളും സമാനമായ നിഗമനത്തിലാണ്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പിലെത്താൻ കൂടുതൽ വിദഗ്ധ പരിശോധന അനിവാര്യമാണെന്ന് വിജിലൻസ് അറിയിച്ചു. ഇതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. നിലവിൽ ശബരിമലയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള പരിശോധനയ്ക്കും ഹൈക്കോടതിയുടെ അനുമതി തേടും. അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. ADGP H. വെങ്കടേഷ് ആയിരിക്കും നേതൃത്വം നൽകുക. 5 പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. സംസ്ഥാന പോലീസിലെ ഏറ്റവും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് H. വെങ്കടേഷ്. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ടയാളാണ് H. വെങ്കടേഷ്. ഹൈക്കോടതിയുടെ തീരുമാനത്തെ സർക്കാർ സ്വാഗതം ചെയ്തു. എന്നാൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അന്വേഷണം രഹസ്യമായിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി ഉത്തരവ്. റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗൂഢാലോചനയുടെ തെളിവുകൾ ലഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം വിജിലൻസ് SP-യുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിലും വലിയ ദുരൂഹതയുണ്ട്. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച വരെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയമുണ്ടായിരുന്നിട്ടും ഇന്ന് തന്നെ സമർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സംഭവത്തിൽ സ്പോൺസർ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് നടന്നതായും റിപ്പോർട്ടിൽ നിഗമനമുള്ളതായിട്ടാണ് സൂചന. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിജിലൻസ് കണ്ടെത്തി. 2019 ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ധാരണാപിഴവാണെന്നാണ് സ്വർണ്ണാഭരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി. സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വർണ്ണപ്പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും ദേവസ്വം വിജിലൻസ് നിർദ്ദേശിക്കുന്നു.